വാഹനത്തിനകം വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് സാധിക്കാറില്ല. പ്രത്യേകിച്ച് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് അതൊന്ന് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് വെറും 149 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിനകം നല്ല വൃത്തിയായിട്ട് തന്നെ ഡെയിലി ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതും വെറും 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെറ്റ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും വാഹനത്തിനകത്തുള്ള പൊടി ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം അത്യാവശ്യം ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ സ്റ്റീരിയോയുടെ പുറത്തും നമ്മുടെ ഈ ഡാഷ്ബോർഡിലും ഒക്കെ ഇരിക്കുന്ന ഈ പൊടികളും AC വെൻറ്റിനകത്ത് വരുന്ന പൊടിയും കാര്യങ്ങളും. കാരണം AC വെൻറ്റിനകത്ത് പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കാറില്ല. ഇവിടെ താഴെയാണെങ്കിലും ഈ കപ്പ് ഹോൾഡേഴ്സിൻ്റെ അവിടെയാണെങ്കിലും ഈ സൈഡിലത്തെ പോർഷനിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഇരിക്കുന്ന പൊടി നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഈ സ്ലൈം എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത് പല കമ്പനിയുടെ അവൈലബിൾ ആണ്. ഒരു കമ്പനി ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ വെള്ളം മേടിക്കാം. മേടിച്ചത് ഒരുപാട് തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വാഷ് ചെയ്തോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസിൽ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് കളയുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു കവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു കവറിനകത്ത് നമുക്കിത് യൂസ് ചെയ്തിട്ട് പിന്നെയും ഇതിലോട്ട് തന്നെ എടുത്ത് വെക്കാൻ സാധിക്കും. വാഹനത്തിനകത്ത് ഒരിടത്തും വെച്ച് ബുദ്ധിമുട്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്ന 399 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 149 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ ഇത് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കാം. ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ, വലിയ നഷ്ടമൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും ഇവനെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ദേ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ സാധനം ഇങ്ങനെ എടുക്കുകയാണ്. ഓ, ഇതെല്ലാം കൂടി ഇങ്ങനെ പോരുന്നുണ്ടേ. ഇതിങ്ങനെ ഓരോ പീസുകളാണ്. ഞാൻ ഏതായാലും മൊത്തം ഇങ്ങനെ എടുക്കട്ടെ. അവർ പറയുന്നുണ്ട് റബ്ബ് ചെയ്യരുത്, നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് ആൻഡ് പുള്ള് മാത്രം പാടുള്ളൂ. അപ്പം ഞാനിത് ഫുൾ ഈ കവറിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐറ്റം ഞാൻ ഇതിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഒരു അല്പം കൂടി ഇതിനകത്തുണ്ട്, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതായാലും ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് വേണമെങ്കിൽ കീറിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇത് ഞാൻ ജെല്ല് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം ഞാനിത് ചെയ്യുന്നത് എന്നാന്നുള്ളത്. ഇത് നമ്മളിങ്ങനെ ചുമ്മാ ഉരുട്ടി എടുക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ നമ്മുടെ AC വെൻറ്റിലൊക്കെ നമ്മളിങ്ങനെ വെക്കുക, ഇതിങ്ങനെ ചുമ്മാതെ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് ഓക്കെ, ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തത കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് നോക്കാം. ഇതേണ്ടേ, ഇവിടെ ഈ പൊടിയെല്ലാം പിടിച്ചിരിക്കും, നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി ഇത് ഈ ഒരു പോർഷനിലിരിക്കുന്ന പൊടി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അത് ഞാനൊന്ന് നോക്കാം. ഓക്കെ, അത് നീറ്റായി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇട്ടിങ്ങനെ ഉരുട്ടി ഇതേണ്ടോ, ഹായ്, നല്ല നീറ്റായി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കപ്പ് ഹോൾഡേഴ്സ്. അപ്പം അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാഹനത്തിലെ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. സോറി, ഈ ക്യാബിനകത്തുള്ള ചെളി എന്ന് ഞാൻ പറഞ്ഞ വാഹനത്തിലെ അല്ലാതെ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എഡ്ജ് പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ആ പോർഷൻസ് എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ഏതായാലും കിടു, എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു എഫക്റ്റ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്കുള്ള പൊടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് തോന്നി കേട്ടോ. ഏതായാലും ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ വലിയ പ്രശ്നമില്ല. ഡാഷ്ബോർഡിൻ്റെ അവിടെ ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ചിലപ്പം പൊടി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പോർഷനിൽ ഇറക്കി വെച്ചപ്പം എനിക്കിത് ഭയങ്കര വൃത്തിയായതുപോലെ തോന്നൽ കിട്ടുന്നുണ്ട്. ഓവറോൾ ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിലായതുകൊണ്ട് എനിക്ക് വലിയ ശല്യം തോന്നുന്നില്ല. 149 രൂപ. ഓക്കെ, അപ്പോൾ ഇത് യൂസേജ് കഴിഞ്ഞ് തിരിച്ച് ഇതിലോട്ട് തന്നെ ഇട്ട് ഇവനെ അങ്ങ് ലോക്ക് ചെയ്ത് വാഹനത്തിൽ തന്നെ നമുക്ക് ഇടാൻ സാധിക്കും.